അല്ലോപ്യൂരിനോളും കോൾസിസിനും. ഓക്കെ, ഈ 2 ഡ്രഗ്സും നമ്മുടെ ഗൗട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കോൾസിസിൻ പ്രധാനമായിട്ട് ഗൗട്ടിൻ്റെ അക്യൂട്ട് അറ്റാക്കിന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് ലോങ് ടൈം മാനേജ്മെൻറ്റിനും പ്രിവെൻഷനും ഒക്കെ വേണ്ടിയിട്ട് അല്ലോപ്യൂരിനോളാണ് ബെസ്റ്റ്. ഓക്കെ, അത് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഗൗട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എക്സാംസിന് വരാൻ സാധ്യതയുള്ളതോടെ ചേർത്തുവിടാം. ഒന്ന്, ഈ ഗൗട്ട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. യൂറിക് ആസിഡ്, ഓക്കെ, അല്ലെങ്കിൽ യൂറേറ്റ് ക്രിസ്റ്റൽസ് ബോഡി ജോയിൻസിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥ. ജോയിൻസിൽ മാത്രമല്ല, കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ മറ്റ് ബോഡി ടിഷ്യൂസിലും ഇത് കുമിഞ്ഞുകൂടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ലങ്സിലൊക്കെ ആകുമ്പോൾ അത് ലൈഫ് ത്രെട്ടണിങ് ആവും. അപ്പം ഈ ജോയിൻസിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ആവുന്ന അവസ്ഥ, അതിനെയാണ് എന്ത് പറയുന്നത്, ഗൗട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ നമ്മുടെ ഈ തള്ളവരൽ, പ്രത്യേകിച്ച് കാലിൻ്റെ തള്ളവരൽ, ഗ്രേറ്റ് ടോയിലൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് ഇത് അടിഞ്ഞു കൂടിയിട്ട് ഹാർഡ് നോഡ്യൂൾ പോലൊക്കെ ഫോം ചെയ്യും. ഓക്കെ, അതിനെ ടോഫി എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ടോഫി ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ്. നല്ല വേദന ഉണ്ടാവും. ഈ ഇൻഫ്ലമേഷനും ഒക്കെ വന്നിട്ട് ജോയിൻസിൽ ഇങ്ങനെ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടായിട്ട് നല്ല ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും. എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇവർക്ക് റീനൽ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, കിഡ്നി സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോണാണ് യൂറിക് ആസിഡ് സ്റ്റോൺ. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂറിക് ആസിഡ് ഇങ്ങനെ കണ്ടമാനം കൂടി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കിഡ്നി സ്റ്റോണിൻ്റെ സാധ്യത വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കണം. ഓക്കെ, മിനിമം 2 ലിറ്ററെങ്കിലും ഫ്ലൂയിഡ്സ് കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ യൂറിക് ആസിഡ് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന സോഴ്സ് എന്താണെന്ന് അറിയാം, പ്യൂരിൻ്റെ മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവർ പ്യൂരിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. ലോ പ്യൂരിൻ ഡയറ്റാണ് ഇവർ കൊടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ഒരു ക്വസ്റ്റനാണത്. ഓക്കെ, പ്രത്യേകിച്ച് പ്രോമെട്രിക്കിനും എൻഗ്ലക്സിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണത്. അപ്പോൾ ഈ പ്യൂരിൻ അടങ്ങിയ ഫുഡ് പ്രോഡക്ട്സ് കുറച്ചൊക്കെ ഒരു എക്സാമ്പിൾസ് റിപ്പീറ്റ് ചോദിക്കുന്ന ചില ഫുഡ് പ്രോഡക്ട്സ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഒന്ന് ഓർഗൻ മീറ്റ്സ് ആണ്. ഓക്കെ, ലിവറൊക്കെ പോലെയുള്ള. പിന്നെ വൈൻ, ഏജ്ഡ് ചീസ്, ഗ്രേവീസ്, ഫിഷ്, മത്സ്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ സാഡൈൻ, മാക്രൽ പോലുള്ള മീനുകളാണ്. മത്തി, അയല പോലെയൊക്കെ ഉള്ളത്. ഓക്കെ, എൻഗ്ലക്സാറിൻ, DHA, ഹാദ്, MOH, പ്രോമെട്രിക്, പിയർസൺ വ്യൂ. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള എക്സാംസ്, ഗവൺമെൻറ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ടാണ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം.